നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ വലിയ ആശങ്കയിലാണ്. കാരണം മറ്റൊന്നുമല്ല, 2020 ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ആ ആശങ്കയുടെ അടിസ്ഥാനം. സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് 76 റണ്ണിൻ്റെ വൻ പരാജയം ഇന്ത്യ ഏറ്റുവാങ്ങി. അതൊരു സാധാരണ പരാജയമല്ല, ചെറിയ പരാജയമല്ല, 5, 8, 10 റണ്ണിനുള്ളിലുള്ള പരാജയമായിരുന്നില്ല, 76 റണ്ണിൻ്റെ പരാജയം. ഇത് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് -3.800 എന്നാക്കി മാറ്റി. അതൊരു വലിയ വീഴ്ചയാണ്. ഇതിനൊക്കെ പുറമെ ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വേയെ 107 റണ്ണിന് തകർത്തു. ഇതോടെ ഇന്ത്യയുടെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലായി. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഈ വിജയത്തോടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് കുതിച്ചുയർന്നു, 5ന് മുകളിലായി. ഇത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് തീരെ ചെറുതല്ല, വലുതാണ്. ഇനിയിപ്പോൾ ഇന്ത്യക്ക് 2 കളികളാണ് സൂപ്പർ 8 ബാക്കിയുള്ളത്. ഒന്ന് വെസ്റ്റ് ഇൻഡീസിനോടും മറ്റൊന്ന് സിംബാബ്വേയോടും. ഈ 2 മത്സരങ്ങളും ഇന്ത്യ ജയിക്കണം. മാത്രമല്ല, ഇന്നലെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഈ കൂറ്റൻ ജയത്തോടെ മറ്റ് ടീമുകളുടെ പ്രകടനത്തെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയിലുമായി ഇന്ത്യ. ഇനി ബാക്കി വരുന്ന 2 കളികൾ ഇന്ത്യ ജയിക്കണം എന്ന് മാത്രമല്ല, മറ്റ് ടീമുകളുടെ ജയപരാജയം കൂടി വലിയ പ്രശ്നമായി മാറി. ഇനി ഇന്ത്യ സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അടുത്ത 2 കളികളും ഇന്ത്യ ജയിക്കുന്നു, വെസ്റ്റ് ഇൻഡീസ് അടുത്ത 2 കളികളും തോൽക്കുന്നു. അങ്ങനെ വന്നാൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും സെമി ഫൈനലിൽ കടക്കും. ഇനി മറ്റൊരു സാധ്യത, ഇന്ത്യ 2 കളിയും ജയിക്കുകയും ദക്ഷിണാഫ്രിക്ക 2 കളിയും തോൽക്കുകയും ചെയ്താൽ വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും സെമി ഫൈനലിലെത്തും. അപ്പോൾ ഈ നിലയിൽ മറ്റ് ടീമുകളുടെ ജയപരാജയങ്ങൾ കൂടി വലിയ ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. അവസാന ഗ്രൂപ്പ് മത്സരം എന്ന് പറയുന്നത് അവസാന ഗ്രൂപ്പ് മത്സരമല്ല, അവസാന സൂപ്പർ 8 അവസാന മത്സരം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ്. അപ്പോൾ അന്ന് ഇന്ത്യക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ആ കളിക്ക് തൊട്ട് മുമ്പാണ് ദക്ഷിണാഫ്രിക്കയും സിംബാബ്വേയും തമ്മിലുള്ള കളി. ആ കളിയുടെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സെമി ഫൈനലിലേക്ക് എത്താൻ വെസ്റ്റ് ഇൻഡീസിനെ എത്ര റണ്ണിന് തോൽപ്പിക്കണം, അതുവഴി എത്ര നെറ്റ് റൺ റേറ്റ് എത്രയാക്കണം എന്നതിനെക്കുറിച്ച് കൃത്യത ഇന്ത്യക്ക് ഉണ്ടാകും എന്നത് മാത്രമാണ് വലിയൊരു അഡ്വാൻറ്റേജ്. ആ ദിവസത്തെ ദക്ഷിണാഫ്രിക്ക സിംബാബ്വെ കളിയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കാൻ ഇറങ്ങാം എന്നതാണ് ആ ദിവസം ഉള്ള ഒരു അഡ്വാൻറ്റേജ്. എന്നാലും ഇന്ത്യ എല്ലാ കളികളും ജയിക്കണം. വെസ്റ്റ് ഇൻഡീസിൻ്റെ അടുത്തൊക്കെ ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സിംബാബ്വെ ഇപ്പോൾ പറയും വേണ്ട, സിംബാബ്വെ കറുത്ത കുതിരകളായിട്ട് ഈ ടൂർണമെൻറ്റിൽ ആകെ മികച്ച കളി പുറത്തെടുത്തതാണ്. അവർക്ക് ആകെ വീഴ്ച പറ്റിയത് കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇന്നലത്തെ കളിയിൽ മാത്രമാണ്. അപ്പോൾ സിംബാബ്വേയും പേടിക്കണം, വെസ്റ്റ് ഇൻഡീസിനെയും പേടിക്കണം. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആണ്. ഇന്നലെയൊക്കെ കണ്ടില്ലേ, ഷിംറോൺ ഹെറ്റ്മയറും റോമാൻ പവലും റൂദർഫോർഡും എല്ലാവരും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജെയ്സൺ ഹോൾഡർ വരെ നല്ല ഓൾറൗണ്ടറാണ്. നന്നായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ബാറ്ററാണ് ജെയ്സൺ ഹോൾഡർ അടക്കമുള്ളവർ. അതായത് കുറേയും കൂടി ഡീപ്പായിട്ട് എല്ലാവരും ബാറ്റ് ചെയ്യും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ അതിൻ്റെ ടീം കോമ്പിനേഷനിലും സ്ട്രാറ്റജിയിലും കാര്യമായ മാറ്റം വരുത്തിയാൽ മാത്രമേ അടുത്ത മത്സരങ്ങളിൽ അത് പ്രതിഫലിക്കുള്ളൂ, അടുത്ത മത്സരങ്ങൾ ജയിക്കാൻ പറ്റുള്ളൂ, എന്നിട്ട് സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യതകൾ നിലനിർത്താൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ മറ്റ് ടീമുകളുടെ ജയപരാജയവും ഒരു പ്രശ്നമായിട്ട് മാറും. എന്നാലും അടുത്ത 2 കളികളിലും ഏറ്റവും നന്നായി കളിച്ച് ഇന്ത്യ 2020 ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ഭാഗ്യത്തിനനുസരിച്ച് മറ്റ് ടീമുകളും ഇന്ത്യക്ക് അനുകൂലമായ റിസൾട്ടുകൾ മറ്റ് ടീമുകളുടെ കളികളിലും ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ത്യ ഏറ്റവും മികച്ച കളി പുറത്തെടുത്താൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള
പിന്നെ 2 കളിയിലും ജയിക്കാൻ കഴിയുള്ളൂ. ഒട്ടും കോംപ്ലസൻസി എന്ന് പറയുന്നത്, അലംഭാവം എന്ന് പറയുന്നത് ഒട്ടും വെച്ച് പുലർത്തിയാൽ നടക്കില്ല. ഈ 2 ടീമുകളെയും ചെറുതായി കാണുകയേ ചെയ്യരുത്. ലോകകപ്പാണ്. ആ ലോകകപ്പിൽ 2 ടീമും ജീവൻ മരണ പോരാട്ടം നടത്തും, സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസും. അതിനെ മറികടക്കാനുള്ള എല്ലാ വൈഭവവും ഇന്ത്യക്ക് ഉണ്ടാകണം, അതിനുള്ള തന്ത്രങ്ങളുണ്ടാകണം, ടീം കോമ്പിനേഷൻ കൃത്യമായിരിക്കണം. ഇത് ഒരു സാധാരണ കളികളല്ല. പ്രത്യേകിച്ചും സമ്മർദ്ദത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഈ കളികൾ കളിക്കുന്നത് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ കളികളിൽ മികച്ച പ്രൊഫഷണൽ സമീപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്.